ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കബീർ അഹമ്മദ്. നമ്മൾ സാധാരണഗതിയിൽ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും സ്വന്തമായിട്ടൊരു DSLR ക്യാമറ വാങ്ങിക്കണം. കാരണം നമ്മൾ ഫാമിലിയോട് കൂടെ പുറത്തു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ എവിടെയും ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് നല്ലൊരു DSLR ക്യാമറ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഫോട്ടോസ് എടുക്കുന്ന അല്ലെങ്കിൽ വീഡിയോസ് എടുക്കുന്നതിനൊക്കെ നല്ല ആഗ്രഹം ഉണ്ടാവും. അതല്ലെങ്കിൽ യൂട്യൂബേഴ്സിൻ്റെ ബിഗിനേഴ്സായ യൂട്യൂബേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കുറച്ച് ക്വാളിറ്റി ഇല്ലേ, നമ്മൾ DSLRലൊക്കെ എടുത്തിട്ടുള്ള വീഡിയോസ് ആവണം ചിലപ്പോൾ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ സാധാരണക്കാരായ ആൾക്കാർക്ക് പോലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു DSLR വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. Canon EOS 200D ഈ ഒരു മോഡലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ആക്ച്വലി ഞാൻ അത് വാങ്ങിച്ച സമയത്ത് എനിക്കൊരു കോംബോ പാക്കറ്റാണ് കിട്ടിയത്. നമ്മൾ സാധാരണ കിറ്റ് ലെൻസിൻ്റെ കൂടെ തന്നെ ഒരു അഡീഷണൽ ഒരു 250mm ലെൻസും കൂടെ അതിനകത്ത് ഉണ്ടായിരുന്നു. എനിക്ക് 250mm ലെൻസിൻ്റെ ആവശ്യമില്ലായിരുന്നു. കാരണം വീഡിയോസ് എല്ലാം ഞാൻ സാധാരണഗതിയിൽ വീടിനകത്താണ് ഷൂട്ട് ചെയ്യാറ്. അതുകൊണ്ട് ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ ആ ലെൻസിനകത്ത് അവർ ഏകദേശം ഒരു 10,000 രൂപ എനിക്ക് അതിനകത്ത് ഡിസ്കൗണ്ട് തന്നിട്ട് ടോട്ടൽ എമൗണ്ട് ഞാനൊരു 40,000 പേ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ ഓഫ്ലൈനായിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്തതിനു ശേഷമായിട്ട് മറ്റ് സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. നമ്മളിത് ഓപ്പൺ ചെയ്ത സമയത്ത് ആദ്യം തന്നെ ഇതിൻ്റെ ക്യാമറ ബോഡി ആയിരിക്കും ഇതിനകത്ത് കാണുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു മോഡലാണ് Canon 200D എന്ന് പറയുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതിൻ്റെ ബ്രാൻഡ് മാർക്ക് 200D എന്ന രീതിയിൽ എഴുതിയിട്ടുള്ളത് കാണാം. അതോടൊപ്പം തന്നെ ഒരു STM ലെൻസ്, കിറ്റ് ലെൻസ് ആണ് ഇതിൻ്റെ കൂടെ മറ്റൊരു സംഭവം എന്ന് പറയുന്നത്. നമുക്കതിന് കൂടുതൽ വിശേഷങ്ങൾ അതിൻ്റെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് പറയാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യുവാണ്. 1855 ഒരു കിറ്റ് ലെൻസ് ആണ് ഇതിൻ്റെ കൂടെ വരുന്നിട്ടുള്ളത്. ഇത് നമ്മുടെ ക്യാമറയുടെ ബാറ്ററിയാണ്. ഒരു 1040 mAh ഒരു ബാറ്ററിയാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് കനോണിൻ്റെ ഒരു ബാറ്ററി ചാർജറാണ്. നമ്മുടെ ക്യാമറ ബാറ്ററി ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചാർജറും കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഏകദേശം ഒരു 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു കേബിൾ കൂടെ, ചാർജർ കേബിളും കൂടെയാണ് ഇതിൻ്റെ കൂടെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ സാൻഡിസ്കിൻ്റെ ഒരു 16 GB SD കാർഡാണ് അവർ ഇതിൻ്റെ കൂടെ തരുന്നത്. 48 MB ഒരു SD കാർഡ്. അതോടൊപ്പം തന്നെ ഒരു സ്ട്രാപ്പ് വരുന്നുണ്ട്. നമ്മുടെ ക്യാമറ ഹോൾഡ് ചെയ്യാൻ, നമ്മൾ പുറത്തൊക്കെ ഷൂട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോൾഡറിലൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാപ്പും കൂടെ അവർ ഇതിൻ്റെ കൂടെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ട്രാപ്പ് തന്നെയാണത്. പിന്നെ ഇതിനകത്ത് വരുന്നത് കനോണിൻ്റെ ഒരു കോംപ്ലിമെൻ്ററി വർക്ക്ഷോപ്സിൻ്റെ ഒരു രജിസ്ട്രേഷൻ കാർഡാണ്. നമ്മൾ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ ആ ഒരു ക്ലാസ് ട്രെയിനിങ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഒരു 2 year വാറണ്ടി കാർഡ്, നമ്മുടെ ഈ ഒരു ക്യാമറയുടെ 2 year വാറണ്ടി കാർഡ് ഇതിനോട് കൂടെ തന്നെ നമ്മൾ ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്ന സമയത്തൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ സാധാരണഗതിയിൽ എല്ലാ പ്രൊഡക്റ്റുകളും ഉണ്ടാകുന്ന പോലെ ഒരു യൂസർ മാനുവലും ഇതിൻ്റെ കൂടെ ഉണ്ട്. പുതുതായിട്ട് വരുന്ന ലെൻസുകളെല്ലാം STM ലെൻസാണെന്ന് അറിയപ്പെടുന്നത്. അതായത് സ്റ്റെപ്പ് അപ്പ് മോട്ടോ ടെക്നോളജിയാണ് അവർ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുക അതല്ലെങ്കിൽ നമ്മൾ സൂം ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ പോലും അതിനകത്തുനിന്ന് ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് ഫീൽ ചെയ്യും. അതോടൊപ്പം തന്നെ യാതൊരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് വരുന്നില്ല. ആ ഒരു ടെക്നോളജിയാണ് സ്റ്റെപ്പ് അപ്പ് മോട്ടോ ടെക്നോളജി എന്നറിയപ്പെടുന്നത്, അതായത് STM എന്ന്. ഇതിനകത്ത് വന്നിരിക്കുന്ന ബാറ്ററി 1040 mAh ആണ്. അതായത് നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ഈ ഒരു ക്യാമറ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 2 മണിക്കൂർ വരെയൊക്കെ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ മാക്സിമം ഒരു 2 hours ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും.
അതിനകത്ത് സാൻഡിസ്കിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ 16GB 48 MB ഒരു SD കാർഡാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നമുക്കൊരു വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു സ്പേസ് ഇതിനകത്തുണ്ടാവും. പിന്നുള്ളത് EOSൻ്റെ ഒരു ക്യാമറ ക്യാരി ബാഗാണ്. നമുക്ക് സാധാരണഗതിയിൽ നമ്മുടെ ഒരു കിറ്റ് ലെൻസും ഒരു ക്യാമറയും കൂടെ ഇടാനുള്ള ഒരു സ്പേസ് മാത്രമേ ഇതിനകത്തുള്ളൂ. എന്നാലും അത്യാവശ്യ ഘട്ടത്തിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗ് തന്നെയാണ്. ക്യാമറ ഫംഗ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓൺ ഓഫ് ബട്ടൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ വീഡിയോ മോഡിലോട്ട് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ റൗണ്ടിൽ കാണുന്ന നമ്മൾ ഓരോ മോഡിലോട്ട് ചേഞ്ച് ചെയ്യുന്ന ഓട്ടോമാറ്റിക് മോഡ്, അതുപോലെ മാനുവൽ മോഡ്, അതിൽ നമ്മൾ ഫ്ലാഷ് ഓഫ് ചെയ്യുന്ന അങ്ങനെ ഫോട്ടോഗ്രാഫിയെ കുറിച്ച് കൂടുതൽ അറിയുന്നവർക്ക് പല മോഡുകൾ ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കൂടാതെ ISO സ്പീഡ് ചേഞ്ച് ചെയ്യാനും അതുപോലെ നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേ ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 2 ബട്ടണുകളാണുള്ളത്. പിന്നെ ഒരു ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഷട്ടർ ബട്ടൺ ഉണ്ട്. പിന്നെ ഈ ഒരു ബട്ടൺ എന്ന് പറയുന്നത് നമ്മൾ ലൈവ് വ്യൂ കാണുന്നതിന് വേണ്ടി, ഈ സ്ക്രീനകത്ത് ഫോട്ടോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ ലൈവ് വ്യൂ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബട്ടണാണ്. എടുത്തു പറയേണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇതിനകത്ത് വൈഫൈ ഉണ്ടെന്നുള്ളത്. നമ്മൾ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിനകത്ത് ക്യാമറ കണക്ട് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വയർലെസ് ആയിട്ട് ഇതിനകത്ത് ഫോട്ടോസും വീഡിയോസും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. നമ്മൾ ട്രൈപോഡിലെല്ലാം നമ്മുടെ ക്യാമറ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. തൊട്ടുപുറത്തായിട്ട് നമ്മുടെ ബാറ്ററി അതുപോലെ SD കാർഡെല്ലാം ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് കൂടെ ഉണ്ട്. സാധാരണഗതിയിൽ എല്ലാ ക്യാമറയിലും കാണുന്ന പോലെ ഒരു ലെൻസ് റിമൂവർ ബട്ടൺ, അതുപോലെ ലെൻസിനകത്ത് നമ്മൾ ഓട്ടോ ഫോക്കസ് അതുപോലെ സ്റ്റെബിലൈസേഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 ബട്ടൺ. കൂടാതെ സൈഡിലായിട്ട് നമുക്ക് എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 ഓപ്ഷനാണ്. 2.5 mm അതുപോലെ 3.5 mm 2 ജാക്ക് ഉണ്ട് അതിനകത്ത്. ഞാൻ ഈ ഒരു മോഡൽ ചൂസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഫ്ലിപ്പ് ചെയ്ത് യൂസ് ചെയ്യാന്നുള്ളതാണ്. അതായത് നമ്മൾ സെൽഫ് വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫേസിലോട്ട് അത് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുഖം കണ്ടിട്ട് തന്നെ നമുക്ക് ആ ഒരു പൊസിഷൻ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഈ ഒരു മോഡൽ ചൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ക്യാമറയുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിത് ഫുള്ളി ടച്ച് സ്ക്രീനാണ്. നമ്മുടെ ഈ ഒട്ടുമിക്ക ഈ ഒരു മെനു എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം മറ്റെല്ലാം തന്നെ നമുക്ക് ഈ ഒരു ടച്ച് സ്ക്രീൻ ത്രൂ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാനോണിന്റെ മറ്റ് മോഡലുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫീച്ചറാണ് ഡുവൽ പിക്സൽ ഓട്ടോ ഫോക്കസ് എന്ന മോഡ് ഇതിനകത്തുണ്ട് എന്നുള്ളത്. അതായത് നമ്മൾ ക്യാമറയുടെ ഫ്രണ്ടിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുകയാണെങ്കിൽ പോലും കറക്റ്റ് നമ്മുടെ ഫേസ് ഇത് ഫോക്കസ് ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഈ റൈറ്റ് റിവ്യൂസ് ഈ ചാനലിനകത്ത് അടുത്ത വീഡിയോ തൊട്ട് പുതിയൊരു സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിന്റെ വിശേഷം